ധന്യയുടെ ബെഡിന് ധന്യ വമ്പൻ ഓഫറുകൾ കൊടുക്കാറുണ്ട്. ഇന്ന് നമ്മളുടെ ബെഡ് അടിക്കുന്നത് കാണാം. നിങ്ങളുടെ കട്ടിലിന്റെ വലിപ്പം എന്തും ആയിക്കോട്ടെ, നോ പ്രോബ്ലം. ഈ ബെഡ് വിറ്റ് തുടങ്ങിയിട്ട് ഇതേവരെ കംപ്ലൈന്റ് ആയിട്ട് വിളിച്ചിട്ടില്ല. ബെഡ് അടിക്കുന്ന കണ്ടാ നിങ്ങൾ ഞെട്ടും, പറന്നിട്ട് അടിക്കവൻ. അവരസ്ഥലായിട്ട് ഞാൻ മലയാളം പഠിപ്പിച്ചിട്ടുണ്ട്. കണ്ട അത് കൈ വിടുമ്പോ തിക്നെസ് വരെ എഴുതിണ്ടാവും. വാട്സപ്പിൽ ഡീറ്റെയിൽസ് കിട്ടണവർക്ക് കേട്ടാ. വരുന്നൂട്ടാ നമ്മുടെ പിള്ളേര് ഓഫറായിട്ട്. ഇനി വലിയൊരു സംഭവം, മെമ്മറി ബില്ലോ ഒരു ബെഡിന് രണ്ട് ബെഡ്ഷീറ്റ്. അതെ, എത്ര ബെസ്റ്റ് സാധനമാണ് നിങ്ങൾക്ക് ഫ്രീ കിട്ടണേന്ന് ആലോചിക്കണം. പ്രിയപ്പെട്ടവരെ നമസ്കാരം. എൻ്റെ അടുത്ത് രണ്ട് തരുണീമണികൾ നിൽക്കുന്നുണ്ട്. അവർക്ക് എന്തൊക്കെയോ പറയാനുണ്ട്. നമ്മൾ ഈ ഓണത്തിന്റെ സമയത്ത് ധന്യയുടെ ബെഡിന് ധന്യ വമ്പൻ ഓഫറുകൾ കൊടുക്കാറുണ്ട്. അപ്പൊ ആ ബെഡിന് ആ ഓഫറുകളൊക്കെ കാണിക്കാനാണ് നമ്മളിപ്പോ വന്നിട്ടുള്ളത്. എല്ലാ പ്രാവശ്യവും വേറെ വേറെ ഓഫറുകളായിരിക്കും. കഴിഞ്ഞ കൊല്ലത്തിനേക്കാളും കുറച്ചുകൂടി എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഓഫറുകളാണ് ഈ വർഷം ഉള്ളത്. അത് ഇന്നാണ് റിവീൽ ചെയ്യാൻ പോണത്. ഇപ്പൊ ഈ കഴിഞ്ഞ 2 ആഴ്ചകള് ഒരു മാസത്തോളൊക്കെ ആയിട്ട് വരുന്ന കസ്റ്റമേഴ്സിന്റെ അടുത്തൊക്കെ ധന്യ നിങ്ങൾക്ക് ധൃതി ഇല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് എടുത്താൽ മതി, അപ്പോൾ ഓഫർ ഉണ്ടെന്ന് പറയും. അപ്പൊ അവരൊക്കെ എന്തിട്ട് ഓഫർ എന്ന് പറയുമ്പോൾ അവള് പറയില്ല, എന്നെ കൊന്നാലും ഞാൻ പറയില്ല. അത് ഈ ദിവസം തന്നെ 15-ാം തീയതി തന്നെ ഇത് പുറത്തേക്ക് വിടുള്ളൂ എന്ന് പറഞ്ഞ് നിർത്തിയേക്കാണ്. അപ്പോൾ അവർക്കൊക്കെ എല്ലാവരും എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയായിരിക്കും. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ കമ്പനി എവിടെ എന്നുള്ളതാണ് ആദ്യം പറയാൻ പോണത്. ചേട്ടൻ പറഞ്ഞത്. അത് തൃശ്ശൂർ ജില്ലയിലത്തെ അഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. നമ്മുടെ ജൂബിലിയിൽ അവിടെ നിന്ന് വരുമ്പോൾ അഞ്ചേരി ഈ ഹൈലൈറ്റ് മാളിലേക്ക് പോണ ഇതില്ലേ, അവിടെ നിന്ന് പോകുമ്പോൾ അഞ്ചേരി ചിറ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ നിന്ന് റൈറ്റ് ആണ്ട് വരുമ്പോൾ സൊസൈറ്റി റോഡുണ്ട്. സൊസൈറ്റി റോഡല്ല, ഗവൺമെന്റ് സ്കൂൾ കഴിഞ്ഞിട്ട് സൊസൈറ്റി റോഡുണ്ട്. അവിടെയാണ് ഈ ധന്യര ഈ കിഴക്കേ കമ്പനി ഡി സ്റ്റാർന്ന്. തൃശ്ശൂര് അഞ്ചേരി ട്ടാ, ഇതാണ് ഓർത്ത് വെക്കേണ്ട പേര്. തൃശ്ശൂർ അഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലം സൊസൈറ്റി റോഡ്, ഡി സ്റ്റാർ എന്നാണ്. ഇനിയിപ്പോൾ അതും അറിയില്ലേ, നിങ്ങൾ വെറുതെ ഗൂഗിളിൽ ഡി സ്റ്റാർ എന്ന് അടിച്ചു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൂഗിളിൽ അതിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടാവും. അപ്പൊ അത് എടുത്തിട്ട് വരാം. നമ്മൾ ഇനി ലൊക്കേഷൻ പിൻ ചെയ്തും വെക്കാം. കാരണം കുറെ പേര് നമ്മൾ വളവളാന്നിന് കുറെ വർത്താനം പറയാനുള്ള കമ്പനി എവിടെയാന്ന് മാത്രം നിങ്ങൾ പറയണില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറെ നെഗറ്റീവ് കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആദ്യം തന്നെ കമ്പനി എവിടെയാന്ന് പറഞ്ഞേട്ടാ. അതിന് മുന്നൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ദിവേലത്തെ ഡ്രസ്സാണ്. പിന്നെ ഇത് മെറ്റീരിയലാണ് കേട്ടാ. പിന്നെ ഇതിന് നല്ല ഭംഗിയുള്ള മൊഡാലിന്റെ നല്ല ഷോൾ ഉണ്ട്. ആ ഷോൾ ഇട്ടിട്ട് ഇടാൻ തോന്നിയില്ല ഞങ്ങക്ക്. നമ്മളതിൽ മൂടി വയ്ക്കാം. അത്രയും വലിയ ഷോളാ. അതുകൊണ്ടാണ് ഒരു ചുരിദാറോ കഫ്താനോ വേറെ തയ്ക്കാം. അപ്പൊ ഞങ്ങൾ അത് എടുത്തില്ല. പ്യുവർ മൊഡാലാണ് ആ ഷോള്. ഇങ്ങനെ കിടക്കും. അപ്പൊ ഇവിടെ മഴക്കാലമാണ്. അപ്പൊ ഞങ്ങക്ക് ഇടാൻ തോന്നിയില്ല, അതുകൊണ്ടാണ് ഇടാത്തേട്ടാ. അപ്പൊ ദിവേലത്തെ ഡ്രസ്സാണ്. ഇനി ഇത്ര മനോഹരമായി ഞങ്ങൾക്ക് ഇതുപോലെ ഒരുപോലെ തന്നെ തയ്ച്ചു തന്നത് സിനിയാണ് കേട്ടാ. അപ്പോൾ സിനിയുടെ നമ്പർ ചോദിച്ചിട്ട് ഇപ്പോഴും ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ സിനിയുടെ നമ്പറും ഇവിടെ തരാം. തയ്ക്കാനൊക്കെ ഉള്ളവര് അവൾക്ക് കൊടുത്തോ. ഇനി നമുക്ക് കടക്കാം. ഇനി കമ്പനിക്ക് നേരെ പോയി ഓഫർ പറഞ്ഞ് നമ്മളിത് അവസാനിപ്പിക്കും. കൂടുതൽ വളവള സംസാരമില്ല. ധന്യക്ക് നമ്മളിങ്ങനെ വീഡിയോ ഇട്ടിട്ട് മാത്രമല്ല കേട്ടോ ആളുകൾ വരാം. സാധാരണ ചില ബിസിനസ്സുകൾക്കൊക്കെ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോന്റെ പിന്നാലെ അങ്ങോട്ട് കുറെ ഓർഡർ വരും. പിന്നെ അവർ വെറുതെ ഇരിക്കുകയായിരിക്കും. ധന്യക്ക് കൂടുതലും ഈ നമ്മുടെ വീഡിയോകളിൽ നിന്ന് അല്ലാതെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിച്ചിട്ടുള്ളവർ ഈ മൗത്ത് പബ്ലിസിറ്റി ഉണ്ടല്ലോ, അതുവഴിയാണ്. അപ്പൊ എപ്പോഴും ഇവിടെ വരുമ്പോൾ അവള് ചോദിക്കും എങ്ങനെയാ ഞങ്ങളുടെ കമ്പനി, കാരണം ഇങ്ങനെ ഇവിടേക്ക് എത്തിപ്പെടണമെങ്കിൽ ഇത്തിരി പണിയുണ്ട്. ഇങ്ങനത്തെ ഒരു സ്ഥലത്തായിട്ട് പോലും ആളുകൾ അന്വേഷിച്ച് അറിഞ്ഞ് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ അറിഞ്ഞാൽ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ചാനലിൽ നമ്മൾ ചെയ്യുന്നുണ്ട്, വേറെ ആളുകളൊക്കെ വീഡിയോ ചെയ്തിട്ട് അങ്ങനെ പറയും. അല്ലാതെ കൂടുതൽ വരുന്നത് ഇത് 5-10 വർഷമായിട്ട് ഇവിടുത്തെ ബെഡ് ഉപയോഗിച്ച് അത് ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ പറഞ്ഞറിഞ്ഞിട്ടുള്ള അവരുടെ ബന്ധുക്കളും ഫ്രണ്ട്സും ഒക്കെയാണ് കൂടുതലും ഇവിടേക്ക് വരുന്നത്. അപ്പൊ ചിലവർ ഇവളോട് പറയാറുണ്ട്, ഞാൻ ഒരാളങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടാ, അങ്ങനെ പറഞ്ഞിട്ട് ആളുകൾ വരാറുണ്ട്. അപ്പൊ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല ഒരു റിവ്യൂ എന്ന് പറയുന്നത് അതാണല്ലോ. ഉപയോഗിച്ചിട്ടുള്ള ആള്, വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾ അത് ആ ബെസ്റ്റ് സാധനമാണെന്ന് പറയുന്നതിനേക്കാളും അപ്പുറം കിട്ടാവുന്ന ഒരു നല്ല പരസ്യമില്ല. കിടക്കണത് നമ്മുടെ ബെഡില്. അതെ, 5 വർഷമായി. അപ്പൊ നേരെ നമുക്ക് ബെഡ് അടിക്കുന്നത് കാണാം. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ മുന്നത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്കിവിടെ നിന്ന് നമ്മളുടെ ബെഡ് അടിക്കുന്നത് കാണാം. നമ്മൾ പറഞ്ഞ സാധനം തന്നെയാണോ അതിൻ്റെ ഉള്ളിലുള്ളത് എന്ന് മനസ്സിലാക്കി നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ധന്യയുടെ ബെഡ് ഡി സ്റ്റാർ എന്നാണ് ബെഡിൻ്റെ കമ്പനിയുടെ പേര്. ഇത് ഷോപ്പുകളിൽ എവിടെയും കിട്ടില്ല കേട്ടാ. നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം. നമ്മള് ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് മാത്രമുള്ള ഷോപ്പിലേക്ക് സെയിലില്ല. നിങ്ങളുടെ കട്ടിലിന്റെ വലിപ്പം എന്തും ആയിക്കോട്ടെ, നോ പ്രോബ്ലം. പലപ്പോഴും നമ്മൾ വാങ്ങിക്കുന്ന കട്ടിലുകളല്ലാണ്ട് വീട്ടിൽ പണിയുന്ന കട്ടിലുകളാകുമ്പോൾ ചിലപ്പോൾ ആ ബെഡ്റൂമിന്റെ അളവിനനുസരിച്ച് പറ്റിയ ഒക്കെ ആവും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പൊ അതിനനുസരിച്ച് ബെഡ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് റെഡിമെയ്ഡ് കിട്ടില്ല. പിന്നെ ചിലവർ നല്ല ഹൈറ്റ് കൂടുതലൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് ചിലപ്പോൾ 7 അടി അങ്ങനത്തെ നീളത്തിലൊക്കെ പണിയേണ്ടി വരും. അപ്പൊ ഏതാണ് സൈസ് ആയാലും നമ്മള് ചെയ്തു കൊടുക്കൂട്ടാ. ഇപ്പൊ ചെയ്യാൻ പോണ ബെഡിന്റെ പേര്
ഇത് KBS എന്നാണ് ഞങ്ങൾ പറയാ, ഓരോ കോഡാണ്. ഇത് ഫുൾ ഓർത്തോപീഡിക് ബെഡാണ്. ഇതാണ് ഓർത്തോഫോം എന്ന് പറയണത്. ഇതിന്റെ മുകളില് ഇനി 1 ഇഞ്ച് സോഫ്റ്റ് ഇടും. സോഫ്റ്റ് ഇടുന്നത് കിടക്കണ ഭാഗം ഇത്തിരി സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യാൻ വേണ്ടിട്ട്. 1 ഇഞ്ചല്ല 2 ഇഞ്ചാണ്. 6 ഇഞ്ച് ബെഡാണ് പഠിക്കാൻ പോണേട്ടാ. 2 ഇഞ്ച് സോഫ്റ്റ് ആണ് ഇടണേ. അപ്പൊ ഇത് കിടക്കണ ഭാഗത്ത് ഈ 2 ഇഞ്ച് കനത്തില് സോഫ്റ്റ്നെസ് ഉണ്ടാവും. ഇതിനൊക്കെ നമ്മൾ 10 ഇയർ ആണ് വാറന്റി കൊടുക്കണേ. ഓർത്തോഫോം എന്ന് പറയുന്നത് നല്ല ഡെൻസിറ്റി കൂടുതലുള്ളതാട്ടാ. ഞെങ്ങി പോവൊന്നുമില്ല, അമങ്ങി പോവൊന്നുമില്ല. ഈ തണ്ടൽ വേദനയുള്ളവർക്ക് തിരിച്ചിട്ടിട്ട് കിടന്നാൽ മതി. ഇതിൽ കിടന്നിട്ട് പറ്റില്ല തോന്നാണെങ്കിൽ മാത്രം തിരിച്ചിട്ടാ മതി. നല്ല പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം തിരിച്ചിട്ടാ മതി. ഇത് 90 ഡെൻസിറ്റി ഫോം ആണ്. ഇത് 40 ഡെൻസിറ്റി സൂപ്പർ സോഫ്റ്റ് ഫോം ആണ്. കുഴിയണ കംപ്ലൈന്റ് ഒന്നും വരില്ല. ഞാൻ എന്റെ കമ്പനി തുടങ്ങിയിട്ട് 12 കൊല്ലായി. ഈ ബെഡ് വിറ്റ് തുടങ്ങിയിട്ട് ഇതേവരെ കംപ്ലൈന്റ് ആയിട്ട് വിളിച്ചിട്ടില്ല. ബെഡ് കുഴിഞ്ഞു എന്ന് പറഞ്ഞൊരു കംപ്ലൈന്റ് ഞങ്ങൾക്ക് വന്നിട്ടില്ല. അതാണല്ലോ ഞാൻ പറഞ്ഞില്ല, ഉപയോഗിക്കുന്നവര് പറഞ്ഞിട്ടാണ് കൂടുതൽ പേരും ഇങ്ങോട്ട് വീണ്ടും വീണ്ടും വാങ്ങാനായിട്ട് വന്നുകൊണ്ടിരിക്കണേ. പിന്നെ ധന്യക്ക് വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഷോപ്പ് തുടങ്ങിയല്ലോ, തുണിക്കട തുടങ്ങിയപ്പോ ധന്യയുടെ അടുത്ത് എല്ലാവരും ചോദിക്കണ ഒരു ചോദ്യം, കിടക്ക കമ്പനി പൂട്ടിയാന്ന്. ഇതെന്റെ ആത്മാവാണ്. എനിക്ക് 2 പെൺകുട്ടികളാണ് ഉള്ളത്. അവരെ പോലെ തന്നെ കൊണ്ടു നടക്കണ ഒരു സ്ഥാപനാണ് ഞാനിത്. ഇത് പൂട്ടിയോന്ന് ദയവ് ചെയ്ത് നിങ്ങൾ എന്നോട് ചോദിക്കല്ലേ. ഇത് പൂട്ടി ഇതെന്തായാലും അയ്യോ അങ്ങനെ ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റില്ല. ഇപ്പൊ ഒരു തുണിക്കട തുടങ്ങിയത് അത് ഞങ്ങളുടെ സൈഡ്, അതെ, മെയിൻ കിടക്ക. കാരണം ഇപ്പൊ ബെഡുകൾ എന്ന് പറയുമ്പോ എപ്പോഴും നല്ല സെയില് കിട്ടണമെന്നില്ലല്ലോ. കൂടുതൽ കല്യാണ സീസൺ അല്ലെങ്കിൽ വീട് പണിതിട്ട് ഹൗസ് വാമിങ്ങിന്റെ സമയങ്ങളിലൊക്കെയാണ് കൂടുതൽ ചെലവ് വരാം. അപ്പൊ നല്ല തിരക്കുണ്ടോ, ധന്യയുടെ വേണം. അല്ലാത്ത കുറച്ച് മാസങ്ങളില് ധന്യയുടെ മാനേജരും ബാക്കി ജോലിക്കാർക്കും മാനേജ് ചെയ്യാവുന്നതുള്ളൂ. അതെ, അപ്പോ ധന്യക്ക് ഇവിടെ ആവശ്യമില്ല. അപ്പൊ ധന്യ വെറുതെ ബോറടിക്കുക. അപ്പോഴാണ് ഞങ്ങൾ പിന്നെ സംസാരിച്ചിട്ട് അങ്ങനെ തുണിക്കട തുടങ്ങിയത് സൈഡായിട്ട് കേട്ടാ. സൈഡ് മാത്രം. എന്നോടും ചോദിക്കണ്ട അപ്പൊ യൂട്യൂബ് ചാനൽ പൂട്ടിയ അതാണോ തുണിക്കട തുടങ്ങി ചോദിക്കണ്ട. അപ്പൊ യൂട്യൂബ് ചാനലാണ് ഇവിടെ മെയിൻ. സൈഡായിട്ട് ഇത് ഷൂട്ടിംഗ് ഇല്ലാത്തപ്പോ ഞാൻ അവിടെ പോയിരിക്കും. അങ്ങനെ ഇപ്പൊ തുടങ്ങാം നമുക്കിതേ. ഇനി ഇവരെന്തോട് ചെയ്യാൻ പോണേ? ഇതിപ്പോ ഫോമില് ഗമ്മിടണു. പശ ഇട്ടിട്ട് ഇതിങ്ങനെ തിരിച്ചിട്ടിട്ട് ഇവർ ഒട്ടിക്കും. പശ ഫുള്ളായിട്ട് ഇട്ടു. ഇനി ഇത് തിരിച്ച് ഒട്ടിക്കാൻ പോവാട്ടാ. ഒട്ടിക്കണ പരിപാടി കഴിഞ്ഞു. ഇനി ഇത് നേരെ തയ്ക്കണ ടേബിളിലേക്ക് എടുക്കും. അങ്ങനെ സ്റ്റിച്ച് ചെയ്യും. ഒട്ടിക്കലൊക്കെ പടപടാന്ന് കഴിയും. അപ്പൊ നിങ്ങൾക്ക് ബെഡൊക്കെ അടിക്കാൻ കുറേ സമയം വേണമെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാര് അത്ര സമയമൊന്നും വേണ്ട. അതേ ഒട്ടിക്കാൻ ഇപ്പൊ എത്ര മിനിറ്റ് എടുത്തു? ഒരു 5 മിനിറ്റ്. ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് വികാസാണ് നിക്കണേ. എന്റെ കമ്പനി തുടങ്ങി എത്ര മാസം കഴിഞ്ഞിട്ട് 1 ഇയർ അല്ല, ഒരു എത്ര ഇയർ ആയി ഇപ്പോ ഇവിടെ? 11. ഒരു കൊല്ലം കഴിഞ്ഞപ്പോ വന്നിട്ടുള്ളത്. അവൻ ഹെൽപ്പറായിട്ട് വന്ന പയ്യനായിരുന്നു, ചെറിയ ചെക്കൻ. ഇപ്പൊ 11 കൊല്ലായിട്ട് ബെഡ് അടിക്കുന്ന കണ്ടാ നിങ്ങൾ ഞെട്ടും. പറന്നിട്ടടിക്കവൻ. അങ്ങനെ ടേബിൾ മിൽക്ക് ഇട്ടുട്ടാ. 11 കൊല്ലായി വികാസ് ഇവിടെ. എന്നിട്ട് അവൻ, ഞാൻ മലയാളം പറഞ്ഞപ്പോ കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലേ 11 കൊല്ലം ആയിന്ന്. എന്നോട് എല്ലാവരും ചോദിക്കും ഹിന്ദി പഠിച്ചില്ലേ? 11 കൊല്ലായിട്ട് ഹിന്ദിക്കാരെ കൂടെയല്ലേ നിക്കണം, എന്നിട്ട് എന്താ ഹിന്ദി പഠിച്ചില്ലേന്ന്. അവരസലായിട്ട് ഞാൻ മലയാളം പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറയണ മലയാളമൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇവിടെ വികാസ് മാത്രല്ലല്ലോ, അഖിലും എല്ലാവരും കമ്പനി തുടങ്ങിയപ്പോ തൊട്ടുള്ള സ്റ്റാഫാ. ഞാൻ തയ്ക്കണാലും ഇപ്പൊ പരിചയപ്പെടുത്തിന്നുള്ളോ, പിന്നെ പരിചയപ്പെടുത്താൻ പോണുള്ളോ. ഇതിപ്പോ കണ്ട, ഇതിന്റെ സൈഡിൽ തുണിയൊക്കെ കവർ ചെയ്തു. ഇതിന്റെ കാണിച്ചു തരാട്ടാ ഞാൻ. ഇതിപ്പോ 4 ഇഞ്ച് ഓർത്തോഫോമും 2 ഇഞ്ച് സോഫ്റ്റ് ഫോമാണ് ഒട്ടിച്ചിരിക്കണേ. കറക്റ്റ് ഇത് 6 ഇഞ്ച് കനാണ്. ചിലപ്പോൾ സോഫ്റ്റ് ഫോമൊക്കെ ഇത്തിരി കൂടുതൽ വരും. ഇപ്പോൾ 6.5 നമുക്ക് ഒട്ടിച്ച് കഴിയുമ്പോൾ ഉണ്ടാവും ഇത്. അത് കഴിഞ്ഞ് നമ്മുടെ തുണി വരുന്നത് 2 സൈഡും കിൽറ്റിങ് കണ്ടാ. ഇങ്ങനെ 2 ഈശ ഫോം വെച്ചിട്ട് കിൽറ്റ് ചെയ്ത തുണിയാണ് 2 സൈഡും വെക്കണത് നമ്മൾ. അപ്പോൾ നമ്മുടെ 6 ഇഞ്ച് ബെഡ് സ്റ്റിച്ചിങ് കഴിയുമ്പോൾ ഫിനിഷിങ്ങിൽ 7-നേക്കാളും കൂടുതലുണ്ടാവും. 7.5 ഉണ്ടാവും ചിലത്. സോഫ്റ്റ് ഫോം ചിലപ്പോൾ ഇത്തിരി കനം കൂടുതലായിട്ട് വരും. അപ്പൊ നമ്മുടെ 8 ഇഞ്ച് കനൊക്കെ എടുക്കണവർക്ക് നമ്മുടെ ഈ ബെഡ് എടുത്താൽ മതിട്ടാ. ഇത് 7-ലും മേലെ നിൽക്കും. സാധാരണ ബെഡിന്റെ വിലയെ വാങ്ങിക്കണം. അതെ, സാധാരണ ഷോപ്പുകളിൽ 8 ഇഞ്ച് എന്ന് പറഞ്ഞിട്ട് അവര് ഇതാണ് കൊടുക്കുക. 8 ഇഞ്ചിന്റെ വില അവര് വാങ്ങി മേടിക്കും.
അപ്പൊ നമ്മുടെ ബെഡ് സ്റ്റിച്ചിങ് കഴിഞ്ഞുട്ടാ. കണ്ട 10 മിനിറ്റ് എടുത്തോളൂ. അതാ ഞാൻ പറഞ്ഞേ, നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് ഇത് ഇവിടെ തയ്ച്ച് വാങ്ങിക്കാം. ബെഡ് ഞാൻ പറഞ്ഞില്ലേ ഇത് എത്ര ഇഞ്ച് കനുണ്ടെന്ന് കാണിച്ചു തരാട്ടാ. ഇതിപ്പോ 6 ഇഞ്ച് ബെഡ് എന്ന് പറഞ്ഞിട്ടാണ് ഇവള് വിൽക്കുന്നത്. പക്ഷെ ശരിക്കും ഇത് എത്ര ഇഞ്ച് ഉണ്ടെന്ന് കാണാം. തയ്ച്ച് കഴിയുമ്പോ ദേ നമ്മൾ കട്ടിലേക്ക് എടുക്കുമ്പോ എങ്ങനെയാ ദേ ഇങ്ങനെ കണ്ട 7.5 ആയിട്ടാ നിക്കണേ. ബീഡിങ് അടക്കം 7.5. ബീഡിങ്ങിന്റെ ഉള്ളിലേക്ക് 7 ഉണ്ട്. ബീഡിങ് അടക്കം എന്ന് പറയുമ്പോൾ ഇവിടെ വരെ നമ്മുടെ ബെഡ് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ബീഡിങ് അടക്കം കൂട്ടുന്നത്. നമ്മൾ 7.5 ഇഞ്ചായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ 8 ഇഞ്ച് വേണ്ടവർക്കൊക്കെ ഇതെടുത്താൽ മതി, ഇത്ര കനെടുത്താൽ മതി. സാധാരണ ഇപ്പോൾ ബോക്സ് കട്ടിലൊക്കെ ആൾക്കാർ ചെയ്യാം, ഇന്റീരിയലുകാർ കൂടുതലായിട്ട്. അത് ഹൈറ്റ് കുറഞ്ഞ കട്ടിലായിരിക്കും. അപ്പം നമ്മൾ അതിലേക്ക് കനുള്ള ബെഡ് ഇടണം. അപ്പോൾ ഒരു 8 ഇഞ്ച് ബെഡെങ്കിലും മാക്സിമം നമ്മുടെ അവിടെയൊക്കെ 8 ഇഞ്ചല്ലേ, അപ്പോൾ 8 ഇഞ്ചെങ്കിലും മാക്സിമം ഇടണം. അപ്പോൾ അതിലേക്കൊക്കെ നമ്മുടെ ഈ ബെഡ് ഈ അളവ് മതി. 6 ഇഞ്ച് എടുത്താൽ മതി. 7.5 കിട്ടൂട്ടാ. ഇതിന് നമ്മൾ 10 വർഷമാണ് വാറന്റി കൊടുക്കണേ. ഇനി മെമ്മറി ഫോമിന്റെ ബെഡ് ഉണ്ട് നമ്മുടെ വീട്ടിൽ. അതല്ലേ സരിതയുടെ വീട്ടില്. അത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ അടിക്കണ കണ്ട ബെഡില്ലേ, അതിന്റെ മേലെ ആ സെയിം സാധനത്തിന്റെ മേലെ ഈ മെമ്മറി ഫോം എന്ന് പറയണ ഈ ഒരു സാധനം കൂടി വെക്കും. സുഖണ്ടല്ലേ? കണ്ട ആണ് മെമ്മറി ഫോം കേട്ടാ. കണ്ട അത് കൈ വിടുമ്പോ തിരിച്ചു ഒരു കൂളിംഗ് മെറ്റീരിയൽ ആണ്. അപ്പൊ കണ്ടില്ലേ, ഇങ്ങനെ ചെയ്യും. ബാക്കിയൊക്കെ സെയിം. ഇനി അതിന്റെ മേലെ മറ്റേ ഈ ഗമ്മൊക്കെ ഇട്ടതാക്കി അല്ലേ, പഴയ പോലെ തന്നെ മറ്റേ ബെഡ് കാണിച്ചില്ലേ അതേപോലെ തന്നെ കനട്ടാ. 7.5 കിട്ടും സ്റ്റിച്ചിങ് കഴിയുമ്പോ. 7.5 കിട്ടുള്ളൂ. ഇത് 2 ഇട്ടാലും അത് 2 ഇഞ്ചാ നമ്മൾ ഇട്ടിരിക്കണേ. 1 ഇഞ്ച് മെമ്മറി. ശരി. അപ്പൊ 7.5 വരും. ഇനി നമുക്ക് ഓഫറുകൾ പറഞ്ഞ ആളുകൾ അക്ഷമരായിട്ട് കാത്തിരിക്കുകയായിരിക്കും. അതെ. ഒരു കാര്യം കൂടി പറയട്ടെ, ഇവിടെ ബെഡുകൾ 4000 രൂപ മുതൽ 42,000 രൂപ വരെ ഉണ്ട്. ഈ 42 എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇനിയും കൂട്ടാം. മെമ്മറി റേറ്റ് കയറും. അതന്നെ ലാറ്റക്സ് കൂടുമ്പോ. ഇപ്പൊ നമ്മുടെ റേറ്റ് അറിയാൻ ചോദിക്കണവർക്ക് ഞങ്ങള് ഇപ്പൊ പടം ഫോട്ടോ സഹിതം ഇപ്പൊ ഇതിന്റെ കണ്ട മെമ്മറി ഷീറ്റ്, സോഫ്റ്റ് ഫോം, ഓർത്തോ ഇങ്ങനെ ഉള്ള തിക്നെസ് വരെ എഴുതിണ്ടാവും. വാട്സപ്പിൽ ഡീറ്റെയിൽസ് കിട്ടണവർക്ക് കേട്ടാ ഇതിന്റെ പടം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. മെമ്മറി, അതിന്റെ അടിയിൽ സോഫ്റ്റ്, അതിന്റെ അടിയിൽ ഓർത്തോ, ഇങ്ങനെ പടം കാണിച്ച് നമ്മൾ റേറ്റും വാട്സപ്പില് വാറണ്ടിയും എല്ലാതും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ വിളിച്ചിട്ട് ഞങ്ങളെ കിട്ടാണ്ട് വന്നാലാ വാട്സപ്പിൽ ഡീറ്റെയിൽസ് വേണ്ടവർക്ക് നമ്മൾ പടം സഹിതം അതിലുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കണ്ടുപിടിക്കാനായിട്ട്. നമ്മളിപ്പോ ഇവിടെ തരുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുമ്പോഴും എല്ലായ്പ്പോഴും ഇവരെ കിട്ടണമെന്നില്ല. കാരണം ഇവര് തന്നെയാണ് ഫോൺ എടുക്കണത്, ഇവര് തന്നെയാണ് കസ്റ്റമർ വരുമ്പോൾ അറ്റൻഡ് ചെയ്യണത്. ഫോൺ എടുക്കാൻ വേണ്ടി മാത്രം ആളെ വെച്ചിട്ടില്ല. അപ്പൊ കസ്റ്റമർ വന്ന് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഫോൺ ഒന്നും എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നിങ്ങൾ വിഷമിക്കേണ്ട, ഫ്രോഡാണ് അങ്ങനെ ഇങ്ങനെയൊന്നും പറയാനൊന്നും വരണ്ട. വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി, നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും. വില അടക്കം പടടക്കം കിട്ടും കേട്ടാ. അപ്പൊ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര സുഖ. നമ്മുടെ കമ്പനി മാനേജർ കേട്ടാ, അടുത്ത സൂപ്പർമാൻ എന്താ പറയാ, ഫോൺ അറ്റൻഡ് ചെയ്യുന്ന ആള്, വാട്സപ്പിൽ റിപ്ലൈ തരുന്ന ആള്, എൻ്റെ കമ്പനി തുടങ്ങിയപ്പോ ഉള്ള ആള്. അതിലിടയ്ക്ക് 1 കൊല്ല ഗൾഫിൽ പോയേ. 1.5 കൊല്ലം അവൻ ഗൾഫിൽ പോയി, സ്വർണ്ണക്കടയിൽ നിന്നു. പിന്നെ എൻ്റെ വലങ്കയിന്ന് വേണം പറയാനായിട്ട്. അത്ര അധികം എന്നെ ഹെൽപ്പ് ചെയ്യണ വ്യക്തിയാണ്. എൻ്റെ അമ്മേരെ വയറ്റിൽ പിറന്നിട്ടില്ല എന്നുള്ളൂ, എൻ്റെ കൂടപ്പിറപ്പായിട്ട് നിന്നിട്ട് കമ്പനീനെ എങ്ങനെയൊക്കെ ഉയർത്താൻ പറ്റണോ അങ്ങനെയൊക്കെ അവൻ നോക്കണുണ്ട്. അപ്പൊ നിങ്ങൾ വിളിക്കുമ്പോൾ സംസാരിക്കുന്നത് അഖിലായിരിക്കും, വാട്സപ്പിൽ മെസ്സേജ് തരുന്നത് അഖിലാവൂട്ടാ. അപ്പൊ നമ്മുടെ ഓഫർ എടുത്തു. അഖിലിനും കുറെ ആരാധകരുണ്ട് ട്ടാ. അഖിലെ ചില സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വാങ്ങി കഴിഞ്ഞിട്ടേ അഖിലിന്റെ പെരുമാറ്റം, അതായത് ഡെലിവറി കഴിയുമ്പോ നമ്മൾ വിളിച്ച് പറയും ബെഡ് കിട്ടിയിട്ടാ സരിതേ, കറക്റ്റ് ടൈമിൽ തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ട് തന്നു. അപ്പൊ ആ പയ്യനെ, ഏതാ മാനേജർ പയ്യൻ, അഖിലയോ എന്തൊരു നല്ല പെരുമാറ്റ, എന്തൊരു നല്ല കുട്ടിയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അഖിലിന് കുറെ ആരാധകരുണ്ട്. വരുന്നൂട്ടാ നമ്മുടെ പിള്ളേര് ഓഫറായിട്ട്. കണ്ടാ ഇത് കണ്ടാ സരിത, ഇതിനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തെറ്റി പറഞ്ഞു. നമ്മൾ പറഞ്ഞത് കംഫർട്ട് എന്നാ പറഞ്ഞേ, അങ്ങനെയല്ല കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും പുതിയൊരു വാക്ക് പഠിച്ചു, കംഫർട്ടർ. കണ്ടാ ഇതൊക്കെ ഓരോ ബെഡ് ഇപ്പൊ ഡബിൾ ആണ് നിങ്ങൾ ഓർഡർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിളിന്റെ അളവില്, ക്യൂൻ സൈസ് ആണ് നിങ്ങൾ ഓർഡർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂൻ സൈസിന്റെ അളവില്, കിങ് സൈസ് ആണ് നിങ്ങൾ ഓർഡർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കിങ് സൈസിന്റെ അളവില്. ഇത് സംഭവം ഇതിന്റെ ഉള്ളില് എന്തിട്ടൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ തുറന്നു കാണിച്ചു തരാം. ഒരെണ്ണെടുത്ത് തുറന്നു സംഭവം ഉണ്ടാവാൻ പോണെന്ന് അറിയോ, ഇത്ര അധികം മോഡലുകൾ ഇറക്കിയ സ്ഥിതിക്ക്, പാറ്റേണുകൾ ഇറക്കിയ സ്ഥിതിക്ക് ആൾക്കാർക്ക് ബെഡ് എടുക്കൽ കഴിയും. അവർക്ക് ഫ്രീ കൊടുക്കുന്ന സാധനം ഇതിന്ന് സെലക്ട് ചെയ്യാനായിട്ട് സമയം ഇവിടെ വരുന്നവർക്ക് സെലക്ട് ചെയ്യാം, ഇവിടെ വരുന്നവർക്ക് മാത്രം സെലക്ട് ചെയ്യാം.
ഇവിടെ വരുന്നവർക്ക് സെലക്ട് ചെയ്ത ഓഫർ ഉണ്ട്. ഞങ്ങൾക്ക് ഇത് ഓർഡർ പറഞ്ഞിട്ട് നമ്മൾ എത്തിക്കുമ്പോ ആ കസ്റ്റമറിന് സെലക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടും. ആ തന്നെ നമ്മള് അങ്ങനെ ഇതൊക്കെ നല്ലതാ, ഇതൊക്കെ നല്ലതാട്ടാ, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഒക്കെ ഒന്നിനൊന്നും വെച്ചാ ഒന്നും. അല്ലടി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഓൺലൈനിൽ വാങ്ങിക്കുന്നവര് ഈ കംഫർട്ടറുകള് ഏതൊക്കെയുള്ളതെന്നൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞാൽ നീ കാണിച്ചു കൊടുക്കൂ? എടി ഇത് ഓരോ ഇത് ഇപ്പൊ ഈ സമയത്ത് വന്നതാവില്ല, നെക്സ്റ്റ് സമയം വരിക കഴിയും, നമ്മള് ഓർഡർ കൊടുത്ത് വരിക. അതുകൊണ്ടാണ് കേട്ടാ, ഒക്കെ നല്ലതാ, ഒന്നും മോശമില്ല കേട്ടാ, ഒക്കെ അടിപൊളിയാ, കൊടുക്കാൻ കിട്ടില്ല. അതെ, അപ്പൊ എന്തായാലും നിങ്ങൾ കിട്ടുന്നോണ്ട് തൃപ്തിപ്പെടും. എനിക്ക് കവറിൽ ഇരിക്കണത് കാണുമ്പോ ഒരു ഭംഗി തോന്നുന്നുണ്ട്. ഇത് തുറക്കട്ടെ. എനിക്ക് ഇഷ്ടപ്പെട്ട 2 ഞാൻ എടുക്കും. നിങ്ങൾക്കൊരു ബെഡ് വാങ്ങിക്കുമ്പോ കിട്ടാൻ പോണ സാധനങ്ങളാണ് കേട്ടാ. ഒന്നാമത്തെ സാധനമാണ് ഞാനിപ്പോ ഈ കവറിൽ നിന്ന് എടുക്കുന്നത്. വാറണ്ടി ഉള്ള എല്ലാ ബെഡിനും ഉണ്ട് അല്ലേ? ഇതാണ് കംഫർട്ടർ എന്ന് പറയുന്ന സാധനം. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് എന്തിട്ടാന്ന് നമ്മൾ പറയണേ. ഈ ഓഫർ 10 വർഷം വാറണ്ടി ഉള്ള ബെഡ് തൊട്ടാട്ട തുടങ്ങണത്. ഈ ഓഫർ തുടങ്ങണത് 10 വർഷം വാറണ്ടി ഉള്ള ബെഡുകൾക്ക്. കംഫർട്ടർ എന്ന് പറഞ്ഞ ആള് തുറന്നു കാണിച്ചോളി. ഇതാണ് കംഫർട്ടർ. കണ്ട, ഒരു പുതപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഉള്ളില് സ്പോഞ്ചാണ്, സ്പോഞ്ച് വെച്ച് തയ്ച്ചിട്ടുള്ള പുതപ്പ് പോലത്തെ സാധനം. അതെ, ഇപ്പൊ മഴക്കാലമാണ്, കിടക്കുന്നത്. ഇത്രയും വലിപ്പുണ്ട്. ഇത് ഏത് സൈസാ? കിങ്ങാ? ഇത് കിങ് സൈസ്. കിങ് സൈസിന് നമുക്ക് സുന്ദരമായിട്ട് പൊതിച്ച് മൂടിയെടുക്കാനുള്ളത് ഉണ്ട് കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന കാരണം കൊണ്ട് ഞാൻ അത്രയും. അപ്പൊ ഈ കംഫർട്ടറിന്റെ ഒപ്പേ ഇതേ ഡിസൈനിൽ തന്നെയുള്ള ബെഡ്ഷീറ്റും പില്ലോ കവറാണ്, അതും ഉണ്ടാവും ഇതിന്റെ കൂടെ. തുറന്നു തരുതേ, ഞാൻ അത് കാണിച്ചു തരാം. അപ്പൊ ഒരേ കളറിൽ തന്നെ കിടക്കും, ഒരേ പാറ്റേണിൽ കിടക്കും. അതന്നെ ബെഡ്ഷീറ്റ്. ഇതാണ് ബെഡ്ഷീറ്റ്. ബെസ്റ്റ് തുണിയാണ്, സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ. തുണിയാണ്, പോളിസ്റ്റർ ഒന്നല്ല. അല്ലല്ല, നിങ്ങൾ വാഷിംഗ് മെഷീനിലിട്ട് എങ്ങനെ കഴുകിയാലും ഒരു കംപ്ലൈന്റ് വരില്ല. ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത്ര ഉറക്കെ പ്രഖ്യാപിച്ച് പറയുന്നത്, ഉറപ്പിൽ പറയുന്നത്. അതിന് വലിയ പില്ലോ കവറുകളും കണ്ട, ചെറുതൊന്നല്ല, വലിയ പില്ലോ കവറുകൾ 2. കഴിഞ്ഞ വർഷം തന്നെ ഈ കംഫർട്ടർ കൊടുത്തിരുന്നു. അപ്പൊ ആ സമയത്ത് കുറെ എൻക്വയറി വന്നു, ഞങ്ങൾക്ക് ബെഡ് ആവശ്യമില്ല, ഈ കംഫർട്ടർ മാത്രം തരുമോ ചോദിച്ചിട്ട്. ചിലർക്ക് ബെഡൊക്കെ ഉണ്ട്, അതന്നെ കംഫർട്ടർ വേണമെന്നുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ദിവയിലേക്ക് വന്നാൽ മതി, കംഫർട്ടർ മാത്രം കിട്ടും. കംഫർട്ടറും ഈ ബെഡ്ഷീറ്റിന്റെ സെറ്റ് നമ്മുടെ ദിവയിന്ന് കിട്ടും കേട്ടോ. പിന്നെ ഓൺലൈനിലായിട്ട് ഇനിയിപ്പോ വന്ന് വാങ്ങിക്കാൻ പറ്റാത്തവര് ഇവിടെ ദിവയുടെ നമ്പർ തരാം, അതിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാഴ്സലായിട്ട് അയച്ചു തരുന്നുണ്ട്. ഏതാ വെച്ചിട്ടുണ്ടെങ്കിൽ കംഫർട്ടറും ബെഡ്ഷീറ്റ് സെറ്റ്. ഇനി വലിയൊരു സംഭവം, ഇനി ഇത് മാത്രല്ല ഒരു ബെഡ് വാങ്ങിക്കുമ്പോ കിട്ടാ, വേറെ ഒരു അടിപൊളി സാധനം കിട്ടാൻ പോണ മെമ്മറി പില്ലോ. എന്താ 10 വർഷം വാറന്റി ഉള്ള എല്ലാ ബെഡിനും നമ്മൾ കൊടുക്കണത് മെമ്മറി പില്ലോ ആണ് കേട്ടോ, ഫ്രീ ആയിട്ട് കൊടുക്കണേ. കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം മെമ്മറി ബെഡിനും ലാറ്റക്സ് ബെഡിനും മാത്രമാണ് ഈ മെമ്മറി പില്ലോ കൊടുത്തിരുന്നേ. ഒരുപാട് പേർക്ക് കെടുക്കാൻ ആഗ്രഹം ഉണ്ടാവും മെമ്മറി പില്ലോയില്, നല്ല റേറ്റ് തല വെക്കാനായിട്ട്. അതന്നെ തല വെക്കാൻ. പിന്നെ ഇതല്ല, അത് കാലാകാലം ഇതുപോലെ തന്നെ കിടന്നോളും. വേറൊരു പില്ലോ ഞാൻ അന്വേഷിച്ചവര് പോണ്ട. ഒരു അമ്മിങ്ങി പൂവേ പതിഞ്ഞു പോവേ ഒന്നും ചെയ്യില്ല. അപ്പൊ പില്ലോ അവർക്ക് ലൈഫ് ലോങ് ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ കിട്ടി. അതാണ് ഇതിന്റെ ഗംഭീര ഓഫർ കേട്ടോ. നമ്മളെല്ലാ ബെഡിനും 10 വർഷം വാറന്റി ഉള്ള എല്ലാ ബെഡിനും നമ്മൾ ബെഡ്ഷീറ്റ്, കംഫർട്ടർ, പില്ലോ കവർ, മെമ്മറി പില്ലോ പിന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു തരും ചെയ്യും. ഇതാണ് നമ്മുടെ ഓഫർ. കേരളം മൊത്തം ഫ്രീ ഡെലിവറി ആണ് കേട്ടാ. നിങ്ങളുടെ വീട്ടില് ബെഡ് കട്ടിലുമ്പോ കൊണ്ടിട്ട് തരും. പിന്നെ അതിന്റെ ചാർജ് ഞങ്ങൾ തന്നെ കൊടുക്കുക. പിന്നെ ഇതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ 2-3 ഐറ്റം കൂടി ഉണ്ട് ഞങ്ങളുടെ കയ്യില്. 3 വർഷം വാറന്റി ഉള്ള ബെഡ് ഉണ്ട്, അതിന് ഞങ്ങൾ ഗോൾഡ് എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്ന പേര്. പിന്നെ 5 വർഷം വാറന്റി ഉള്ള ബെഡ് ഉണ്ട്, അത് സെമി ഓർത്തോ ബെഡാണ്, KB എന്നാണ് ഞങ്ങൾ അതിൽ മെൻഷൻ ചെയ്തിരിക്കണേ പ്രൈസ് ലിസ്റ്റില്. അതിനൊക്കെ KBക്ക് 5 വർഷവും ഗോൾഡിന് 3 വർഷമാണ് വാറന്റി. KBക്കാർക്ക് കിട്ടുന്ന ഓഫർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കംഫർട്ടർ സെറ്റ് അല്ല, അതിൽ ബെഡ്ഷീറ്റും തലോണ കവറും നമ്മൾ കണ്ടില്ലേ, അങ്ങനത്തെ 2 സെറ്റ് ബെഡ്ഷീറ്റും ഇതേപോലെ 2 സെറ്റ് ആ കിടക്കേര അളവ് എത്രയാണോ അതേപോലത്തെ 2 സെറ്റ് ബെഡ്ഷീറ്റ്, ഇതിൽ 4 തലോണ കവർ, ഓരോന്നില് 2 ബെഡിന് 2 ബെഡ്ഷീറ്റ്. അതെ, സാധാരണ എല്ലാവരും ഓരോന്ന് കൊടുക്കാം. വില കുറവിന്റെ ബെഡ് വാങ്ങിക്കുന്നവർക്ക് അല്ലെങ്കിൽ 10 വർഷ വാറണ്ടിയുടെ ബെഡ് വാങ്ങിക്കാൻ കാശില്ലാത്തവർ അയ്യോ ഞങ്ങൾക്ക് ഇതൊന്നും കിട്ടില്ലല്ലോ എന്ന് വിഷമിക്കണ്ട. 2 അടിപൊളി സാധനം തന്നെ കിട്ടണം. പില്ലോ അഖില് പില്ലോ എടുത്തേ, അവരെ പില്ലോ എടുത്തേ. 5 വർഷം വാറന്റി ഉള്ള ബെഡ് വാങ്ങിക്കുന്നവർക്കാണ് 2 സെറ്റ് ബെഡ്ഷീറ്റ് കേട്ടാ. 5 വർഷം വാറന്റി ഉള്ള. പിന്നെ അവർക്ക് പില്ലോ പില്ലോ ഉണ്ട്. മെമ്മറി പില്ലോ അല്ല, മെമ്മറി പില്ലോ അല്ല, മൈക്രോ ഫൈബർ
അതും ഇത് നല്ലത് ഒട്ടും മോശമല്ല, ഒട്ടും മോശമല്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഈ 10 വർഷം മേടിക്കുന്ന 10 വർഷം പറഞ്ഞ ബെഡിന്റെ ഐറ്റംസ് ആൾക്കാർക്ക് ഒക്കെ കൊടുത്തിരുന്ന പില്ലോ ഇതാണ് കേട്ടാ. 10 വർഷത്തെ ബെഡിന് നമ്മൾ ഫ്രീ കൊടുത്തിരുന്ന പില്ലോ ഇതാണ്. അതാണ് ഇപ്പൊ 5 വർഷത്തെ വാറന്റി ഉള്ള ആൾക്കാർക്ക് കൊടുക്കണേ. പില്ലോ ഒട്ടും മോശമല്ല. 2 ബെഡ്ഷീറ്റ് വീതം 4 പില്ലോ കവർ ഉണ്ടാവും, 2 പില്ലോ ഉണ്ടാവും കേട്ടാ. അപ്പൊ അതാണ് 5 വർഷത്തെ ബെഡിന്റെ ഓഫർ. സൂപ്പർ അല്ലേ? അതെ, സൂപ്പർ. ഇനി അടുത്തത്, ഇനി 3 വർഷം ഞങ്ങളെ കാണണ്ട അപ്പൊ. ഇനി 3 വർഷം വാറന്റി ഉള്ള ബെഡിന്റെ ഓഫർ. ഇതേപോലെ തന്നെ പാക്കറ്റ് പൊട്ടിക്കുമ്പോ വീർക്കണ തലോണ, തലോണ എന്നല്ല പറയാ, തലയിണ, പില്ലോ എന്ന് പറഞ്ഞു. പില്ലോ അതാ നല്ലത്, മലയാളം പറയണ ബുദ്ധിമുട്ട്. അപ്പൊ ഇത് ഇത്തിരി അളവില് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ, സ്വല്പം ഇത്തിരി ചെറുതാന്നുള്ളത്, വേറെ വ്യത്യാസം ഒന്നുമില്ല. ഇതേപോലത്തെ 2 പില്ലും ഒരു ബെഡ്ഷീറ്റ്, ഒരു സെറ്റ് ബെഡ്ഷീറ്റും കിട്ടും. ബെഡ്ഷീറ്റും പില്ലോ കവറും അതിലുണ്ടാവും. ബെഡ്ഷീറ്റ് ഒക്കെ ഒരേ ക്വാളിറ്റി ആട്ടാ, അതിലൊന്നും മാറ്റില്ല. ഈ 10 വർഷം മേടിക്കണതിന്റെ ബെഡ്ഷീറ്റ് എങ്ങനെയാണോ അത് തന്നെയാണ് ബെഡ്ഷീറ്റ് വരാട്ടാ. ബെഡ്ഷീറ്റ് ഒക്കെ സെയിം ആ വരാ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഓഫർ വരണേ. വേഗം 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 പോന്നോട്ടാ. ഇപ്പൊ നമ്മളെ അവിടെ പറഞ്ഞില്ലേ ഓഫറിന്റെ KB ഗോൾഡ് എന്നൊന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവില്ല എന്തിട്ട സംഭവം എന്നുള്ളത്. ഇതിനെയാണ് ഞങ്ങൾ ഗോൾഡ് എന്ന് പറയാ. അടിയിൽ ചകിരി, മുകളിൽ ഫോം. ഇതിനാണ് 3 വർഷം വാറന്റി ട്ടാ. ഇതാണ് KB. ഇതിനാണ് നമ്മള് ഒരു സെറ്റ് ബെഡ്ഷീറ്റും പില്ലോയും ബെഡ്ഷീറ്റിന്റെ ഉള്ളിൽ തന്നെ തലോണ കവറും ഉണ്ടാവും. പിന്നെ 2 തലോണയും കിട്ടും ഇതിന്. ഇനി ഇത് 3 വർഷം വാറണ്ടി, ഇത് 5 വർഷം. 2 സൈഡ് ഓർത്തോ ഫോം, നടുക്കല് യൂഫോം, 5 വർഷം വാറണ്ടി ഉണ്ട്. ഇനി സെമി ഓർത്തോ ബെഡാണിത്. ഇതിനാണ് നമ്മൾ 2 സെറ്റ് ബെഡ്ഷീറ്റും 4 തലോണ കവറും ഉണ്ടാവും, അതില് 2 പില്ലോയും ട്ടാ. 5 വർഷം വാറണ്ടി ഉള്ള ഈ ബെഡിന്. പിന്നെ നമ്മൾ വാറണ്ടി ഇല്ലാത്ത ബെഡ് ഉണ്ട് ഞങ്ങളുടെ കയ്യില്. ഇത് സാധാരണ ഒരു കംപ്ലൈന്റും വരില്ല കേട്ടാ. വാറണ്ടി ഇതിന് കൊടുക്കണില്ല എന്നുള്ളൂ. സാധാരണ 38 ഡെൻസിറ്റി ഫോം, വെറുതെ ഫോം വെച്ചിട്ട് തുണി വെച്ചടിക്കണം. സാധാരണ ആൾക്കാർ വാറണ്ടി ഇല്ലാത്ത ബെഡൊക്കെ ചെയ്യുക EP ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്യുക. ഈ തെർമോക്കോള് പോലത്തെ ഒരു വൈറ്റ് ഷീറ്റ് ഉണ്ട്, അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഉപയോഗിക്കണേ ഇല്ല കേട്ടാ. ഞങ്ങളുടെ മെറ്റീരിയൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇത് വാറണ്ടി ഇല്ലാത്ത ബെഡാണ്. നമ്മുടെ ഒരു കംപ്ലൈന്റും ഇല്ല. ഒരുപാട് കസ്റ്റമേഴ്സ് ഞങ്ങളുടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. 12 കൊല്ലമായിട്ട് നമ്മൾ ചെയ്തു വരുന്നതാണ്. ഇതിന് 2 തലോണം മാത്രമേ ഉള്ളൂ കേട്ടാ. അത്രയ്ക്ക് റേറ്റ് അതിന് മേടിക്കണുള്ളൂ. ഇതാണ് ഏറ്റവും റേറ്റ് കുറവിന്റെ. പിന്നെ നമ്മള് ഇപ്പൊ പറഞ്ഞില്ലേ 10 വർഷം വാറണ്ടി ഉള്ള ഐറ്റം തുടങ്ങണത്. ഇവിടെ നമ്മള് ഇതൊക്കെയാണ് 10 വർഷം വാറണ്ടി ഉള്ള ഐറ്റം തുടങ്ങുന്നത്. ഇതിനാണ് നമ്മൾ കംഫർട്ടർ സെറ്റ് അടക്കം കൊടുക്കണത് കേട്ടാ. ഇതാണ് നമ്മളവിടെ തയ്ച്ച് കാണിച്ച ബെഡ്. പിന്നെ ഇത് മെമ്മറി ബെഡ്. ഇതിന് 3 എണ്ണത്തിനും 10 വർഷമാണ് വാറണ്ടി. മെമ്മറി ബെഡും നമ്മളവിടെ ഒട്ടിക്കന് കാണിച്ചിട്ടുണ്ടായിരുന്നു. 3 ബെഡിനും 10 വർഷമാണ് വാറണ്ടി. ഓർത്തോപീഡിക് ബെഡാണ് കേട്ടോ ഇത്. പിന്നെ നമ്മളൊരു ലാറ്റക്സ്, ഏറ്റവും ഞങ്ങളുടെ കയ്യിലുള്ള കോസ്റ്റ്ലി ബെഡാണ് ലാറ്റക്സ് ഫോം. ഓർത്തോമ ലാറ്റക്സ് ഫോം ഇട്ടിട്ട് ചെയ്യണം. ഇത് ഇത്തിരി റേറ്റ് കൂടുതലുള്ള ബെഡാ. ഇതിന് നമ്മൾ 20 വർഷത്തെ വാറണ്ടിയാണ് കേട്ടോ കൊടുക്കണേ. ഓഫറൊക്കെ സെയിം തന്നെ. അപ്പം നമ്മുടെ ഓഫറൊക്കെ എല്ലാവരും കേട്ടില്ലേ? ഈ ഓഫർ തുടങ്ങണത് ഈ 15-ാം തീയതി തൊട്ട്, ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണ അന്ന് തൊട്ടിട്ടാ. 15-ാം തീയതി തൊട്ട് ഓണം വരയ്ക്കാണ് നമ്മുടെ ഓഫർ ഉള്ളത്. ഇനിയിപ്പോൾ ഓണം ഓഗസ്റ്റ് ഒടുവായിട്ടാണ് വരുന്നത്. അപ്പോൾ ഓഗസ്റ്റ് മാസം ഫുള്ള് കേട്ടാ. ഓഗസ്റ്റിൽ ചിലർക്ക് എടുക്കാൻ പറ്റിയെന്നിരിക്കില്ല. ഓഫർ കാണുമ്പോൾ ചിലപ്പോൾ അടുത്ത മാസത്തേക്കൊക്കെ ആവും പണി കഴിയുക. അങ്ങനെയുള്ളവർക്ക് നമുക്ക് 1000 2000 തന്ന് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെപ്റ്റംബർ 30-ാം തീയതി വരയ്ക്കും. 30-ാം തീയതി കഴിഞ്ഞാൽ ക്ലോസ് ആട്ടാ. 30-ാം തീയതി കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അപ്പൊ സെപ്റ്റംബർ 30-ാം തീയതി വരയ്ക്ക് നിങ്ങൾക്ക് ഓഫർ ലഭ്യമാണ്. ഓഗസ്റ്റിൽ എടുക്കാൻ പറ്റാത്തവർക്ക് 1000 2000 തന്ന് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെപ്റ്റംബർ 30-ാം തീയതിക്കുള്ളിൽ ഡെലിവറി ചെയ്യും കേട്ടാ. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വിളിക്കേണ്ട സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 6 മണി വരെ. വീണ്ടും പറയുന്നു, വിളിച്ചിട്ട് കിട്ടാത്തവർ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ റിപ്ലൈ തരും. അപ്പൊ തന്നെ ചിലപ്പോൾ കിട്ടണമെന്ന് ആഗ്രഹിക്കണവരുണ്ടാവും റിപ്ലൈ. ഞങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് റിപ്ലൈ കിട്ടണില്ല തരും. 6 മണിക്ക് ശേഷം ഞങ്ങൾ റിപ്ലൈ കൊടുക്കാനായിട്ടാണ് ഇരിക്കണേ. എന്തായാലും റിപ്ലൈ തരൂ ട്ടാ. എന്തിനാ പറയാ. അപ്പൊ എല്ലാവർക്കും ബി സ്റ്റാറിലേക്ക് സ്വാഗതം. 2 കംഫർട്ടർ സെറ്റ് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ 2 ബെഡാണല്ലോ ഉള്ളത്. അപ്പൊ ജഗ്ഗുവിന് ഇത് 2 എണ്ണം കണ്ടപ്പോൾ ഇത് മതി എന്ന് പറഞ്ഞു. ഇതാണ് ജഗ്ഗുവിന്റെ റൂമേ. അപ്പൊ ഞങ്ങൾ വിരിക്കാൻ പോവാട്ടാ. പിന്നെ ഇവിടെ ഓൾറെഡി മെമ്മറി പില്ലോ തന്നെയാണ് ഇവിടെ ഉള്ളത്. ആദ്യം ബെഡ്ഷീറ്റ് വിരിക്കണം. 5 കൊല്ലമായിട്ട് ഉപയോഗിച്ചിട്ടും കണ്ട ഈ പില്ലോയ്ക്ക് ഇതുവരെ ഒന്ന് കുഴിയ പോലും ചെയ്തിട്ടില്ല. ഇതാണ് മെമ്മറി പില്ലോന്റെ ഗുണം. ഇതാണ് നിങ്ങൾക്ക് ഫ്രീ കിട്ടുക കേട്ടാ. ഇത് വലിയ പില്ലോയാ കണ്ട. ഇത് പാകാവണ പോലത്തെ വലിയ പില്ലോ കവറാ. ഈ ബെഡ് തന്നെയാണ് അവിടുത്തെ ബെഡ് തന്നെയാട്ടാ. അതിന്റെ മേലെ പ്രൊട്ടക്ടർ ഇട്ടിട്ടുണ്ട് എന്ന് മാത്രം.
കണ്ട നല്ല വലിപ്പമുണ്ട്. ഞാൻ കിങ് സൈസ് എടുത്തേക്കണതേ. കിങ് സൈസ് ബെഡാണല്ലോ നമ്മുടെ. 6.25 ആണ് കിങ് സൈസ്, ഏറ്റവും വലിപ്പം കൂടിയത്. ഇനി കംഫർട്ടർ ഇട്ടതമ്മേ കണ്ട സെയിം വലിപ്പം നോക്കിയേ. കണ്ട സൂപ്പർ സാധനമാണ്. ഇത്ര ബെസ്റ്റ് സാധനമാണ്. നിങ്ങൾക്ക് ഫ്രീ കിട്ടണേന്ന് ആലോചിക്കണം. നോക്കി ഇതിൽ കിടക്കാൻ ഫ്രീ. അത് ബെഡ് വാങ്ങിക്കുമ്പോ കിടന്നോക്കിയ ജഗ് ഇതുമ്മല ഇനി കിടക്ക. ഇതുമ്മ കിടക്കല്ല, ഇത് പുതയ്ക്കാനുള്ളത്. കിടന്നോ ജഗുന്നാണവണ്. കണ്ട അടിപൊളിയല്ലേ? ജഗു തേനി AC ഇട്ട് ഇതില് പുതച്ച് കിടക്കും. കംഫർട്ടർ ഇങ്ങനെ മടക്കിട്ടു. കണ്ട അത് നല്ല വലിപ്പുണ്ട്. കിങ് സൈസ് ബെഡ് കഴിഞ്ഞിട്ടും കണ്ട അത് കിടക്കുന്നുണ്ട്. അതിന്റെ നീളം അതേപോലത്തെ തന്നെ ഒരേപോലത്തെ ബെഡ്ഷീറ്റ്, പില്ലോ കവർ വിരിച്ചു. ഇത് കംഫർട്ടർ ഇത് മിണ്ടെന്ന് അറിയില്ല അല്ലേ? ഒരേപോലെ തന്നെ കാരണം ഭംഗി ഭയങ്കരമായിട്ട് കൂടിപ്പോയി എന്നാ പറയണ ജഗു. അപ്പൊ നിങ്ങളുടെ ബെഡ് ഏത് സൈസാന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ബെഡ്ഷീറ്റ് കംഫർട്ടറൊക്കെ കിട്ടും ആ വലിപ്പത്തിനനുസരിച്ച്. സിംഗിൾ ആണെങ്കിൽ അങ്ങനെ. അത് ഞാൻ മറ്റേത് അവിടെ ആ ബെഡ് പോയി വിരിക്കട്ടെ കേട്ടാ. ബെഡ്ഷീറ്റ് പില്ലോ കവർ ഇട്ടു കേട്ടാ. ഇനി ഇതേ കംഫർട്ടർ വിരിക്കാൻ പോവാ. ജഗു ഇപ്പൊ ഇത് വന്ന് കണ്ട പറയും ഇതാ അതിനേക്കാളും ഭംഗിന്ന്, ഇത് എടുത്താൽ മതിയായിരുന്നു. കണ്ട ഇത് നോക്കിയേ, ഇത് വലിപ്പം നോക്കിയേ. അപ്പോൾ ബെഡ് ഒക്കെ ഉള്ളവർ ഇനി ഇത് എങ്ങനെ ഇത് കിട്ടാൻ വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട. ദിവയുടെ നമ്പറിൽ നിങ്ങൾ വേഗം വിളിച്ചോ. നിങ്ങൾക്ക് അല്ലെങ്കിൽ ദിവ ഷോപ്പിലേക്ക് വന്നോ ഈ സാധനം കിട്ടും കേട്ടാ. ബെഡ്ഷീറ്റും കംഫർട്ടറും മാത്രം മതി എന്നുള്ളവർ. MRP അതുമാതിരി റേറ്റ് ഉണ്ട്, അതിനേക്കാളും വില കുറവിൽ തരുന്നുണ്ട് നിങ്ങൾക്ക് കേട്ടാ.